എന്താ പറഞ്ഞ കേക്കില്ലേ? പാവം അറിയാത്ത കേട്ടോ. പുഷ്പേരായല്ലോ പങ്കജാക്ഷ, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ? ഒന്ന് നിക്കണേ, എന്റെ പൊന്നമ്പിയല്ലേ, ഒന്ന് നിക്കണേ. ഇതാരും റോമി ഭാസ്കരനോ? കുറെ കാലമായി ഞാനൊരു ആഗ്രഹം മനസ്സിട്ട് കിട്ടിയ. എന്താ അത് അമ്പികയുടെ തുറന്നു പറയാൻ എനിക്കൊരു മടി. മടിക്കണ്ട, പറഞ്ഞോളൂ. പറയട്ടെ. എന്തേ? ഞാതിനെ സ്നേഹിക്കുന്നു എന്ന് പറയല്ലേ? എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാള് തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. അയ്യടാ, വേറെ എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി? ആരാ കക്ഷി? നാരായണ തലയുടെ മോള് അംബിക. തല്ലിയാണ് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. അപ്പൊ തങ്കമണിയോ? അതിനെനിക്കിഷ്ടാ. നീ കൊള്ളാലോ. ഇതില് ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ വൈദ്യരെ? വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായോ? വശീകരണ കഷായം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അത് അവൾ അനുസരിക്കും. ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ടോ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. എന്താ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ ഇച്ചിരി വട്ടാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും വട്ടാണ്. അതൊരു ലോകസത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോന്തേ. പോകരുത്, കുറച്ചു സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ഫലം അറിയാൻ പോകുന്നതേ ഉള്ളൂ. മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്താ ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? എനിക്ക് വയറ്. ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച് സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് ഒരു അല്പം പ്രേമമൊക്കെ തോന്നി. പിന്നെ വരാം. അങ്ങനെയൊന്നും പോയാലോ? പ്രേമം തുടങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് പ്രേമിക്കട്ടെ. കാണില്ല, കണ്ടാ പ്രേമിക്കൂല. പ്രേമിക്കാൻ പോലും തിരിച്ചു കൊടുക്കും. റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോമി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് അവന് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാണല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചു തരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രശ്നമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്.
മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല ഒരാറെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. 6 എണ്ണം വേണ്ട, എനിക്ക് 1 മതി. നേരം കുറേ മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൂടെ ഇരിക്കുന്നു. അമ്മ അറിയല്ലോ മണിയേട്ടനെ. ഞാൻ പോട്ടെ. മറ്റന്നാളെ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം. എന്റെ ദൈവമേ, പ്രേതബാധയുള്ള സ്ഥലമാണെന്നറിയാം. പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. വഴി പേര് തെങ്ങിന്റെ മുകളിലൊന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ച് എടുക്കാൻ മറന്നുപോയി. പകലൊന്ന് നോക്കി വെക്കായിരുന്നു. ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങെ, നിന്റെ തേങ്ങ എന്റെ അമ്പിയയ്ക്ക് മാല വാങ്ങാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇഷ്ട തലേനെ വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ, ഇതിന്റെ മുകളിൽ മൊത്തം സൈസ് ആണെങ്കിൽ എന്റെ അമ്പയ്ക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞു കിട്ടി. തെങ്ങാണെങ്കിലും മനസാക്ഷിയുണ്ട്. ആരെ കരയേണ്ടത്? നാളെ അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു 10 മുത്തുമാലെങ്കിലും മേടിക്കാം. അയ്യോ, നടുപോയി. കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോയി? ഞാനീ താങ്ങിട്ടില്ലേ? ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ലംബോദര, എന്തോ? എവിടെ നോക്കിട്ടാ കുട പിടിക്കണേ? അതെ, നേരെ പിടി. ഓ, കുടപ്പറമ്പിൽ അടക്കി പറിച്ചോ? ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടാക്കിയ പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ? കൊടുത്തിട്ടെന്തിനാ? 2 തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ബീഡി വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിന് കുറച്ചോ? ലംബോദര, എന്തോ? എന്താ അവിടെ? വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ. ഓ, ദാ. ഞാൻ നിൽക്കണം. ഇങ്ങോട്ട് ഓടല്ലേ? ഒന്ന് വേഗം കാണണേ. അയ്യേ, അവിടെ എന്താ? ഒന്നുമില്ല. ഈ കിളികളെ ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താ അത്? ചുംബനം. അച്യുതാ, 2 പേര് ഇവിടെ വാ. വിളയുന്നതിന് മുമ്പ് കൊയ്യണോ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? താലി കെട്ടുന്നതിന് മുമ്പ് ഇനി ഇത് ആവർത്തിച്ചാൽ പോയിക്കോ. നിക്കവിടെ. അച്യുതൻ അതിലെ, തങ്കമണി ഇതിലെ. അല്ലേലും പിരിക്കുന്ന കാര്യത്തിൽ നീ മിടിമിടിക്കുകയാണ് നാരായണി. ലംബോദര, എന്തെങ്കിലും പറഞ്ഞോ? എങ്കിൽ കൊടപിടി. ഓ,
ഓ, എന്റെ നാരായണിക്കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലതാണ്. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. ഈ ശരീരത്തിനുള്ളിലും സംശയത്തിന് സ്ഥലമുണ്ടോ? ആട്ടെ, എന്താ സംശയം? ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അതോ, അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. ഈ ആഴ്ചയിലെങ്കിലും നമുക്ക് അമ്പല കമ്മിറ്റി കൂട്ടണം. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ആ മഷിനോട്ടക്കാര് പാര വെച്ച് പോലീസ് പിടിച്ചോണ്ടോയ പങ്കജാക്ഷന്റെ വല്ല വിവരമുണ്ടോ? സബ്ജയില്ല, ശിക്ഷ ഇപ്പൊ പുറത്തു വരും. ഏതായാലും കഷ്ടായി പോയി. കള്ളനോട് പരിധവിക്കേണ്ട കാര്യമുണ്ടോ ഇതില്? പങ്കജാക്ഷൻ കട്ടിട്ടൊന്നുമില്ല, അവര് ചതിച്ചതാ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മൂപ്പര് വെറുതെ ഇരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടാ? ഇനി എന്നാണാവോ പങ്കജാക്ഷം പുറത്തു വരിക? ഞാനെന്ന് പറഞ്ഞ ശത്രുവല്ല, മിത്രമാണ്. വാതിലുറക്ക്. ആരാന്ന് പറയാൻ? ഞാനാ പങ്കജാക്ഷൻ. എപ്പോ ഇറങ്ങി ജയിലിൽ നിന്ന്? ഇന്നിറങ്ങിയതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോകുന്നു ജോയിക്കുട്ടിയെ കാണാൻ. ലേശം ബുദ്ധിമുട്ടി. നീ കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറി ഈ ലോഡ്ജിൽ താമസിക്കുന്നത്. ഓരോടത്തും ഓരോ പേര്. അതെ, നമ്മുടെ കൂടെ ജയിലിലുണ്ടായിരുന്നവർക്ക് സുഖമാണോ? അയ്യോ, പറയാം. ഗോപിയേട്ടനും മാധവേട്ടനും ജയിലിൽ ചാടി. സുബ്ബയ്യ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ അടി കൊണ്ട് ചത്തതാ. പിന്നെ നീ ജയിലിൽ വെച്ച് പോക്കറ്റടിച്ച് ജ്ഞാനാനന്ദൻ മഞ്ഞപ്പിത്തമെന്ന ആശുപത്രിയില്ല. അവിടുന്ന് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ. ബാക്കി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവും ഇല്ല. താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പാ. എനിക്കും അങ്ങനെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആകുമ്പോ ആ അലക്സാണ്ടറെ പേടിക്കാതെ കഴിയാമായിരുന്നു. ജയിലിൽ വെച്ച് പറഞ്ഞ ആ അലക്സാണ്ടർ ആണോ ഇത്? അതെ. അയ്യോ, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവരറിഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുക ഞാൻ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേറെ മാർഗം കാണാഞ്ഞിട്ടാ ആ കള്ളക്കടത്തുകാരുടെ സ്വർണം ഞാൻ മറച്ചു വിറ്റത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആ അലക്സാണ്ടറിന് രക്ഷപ്പെടാന് ഒരിക്കൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ ജയിലിലായത്. ഇറങ്ങിയ പിന്നെ പേര് മാറ്റി ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി തുടരാൻ പറ്റുമെന്ന് സംശയം. അതിനുള്ള വഴിയും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളനെന്ന് മുദ്രകുത്തി എന്നെ ജയിലിൽ അയച്ച ആ മഷുനോട്ടക്കാര് കള്ള എംബോക്കികളോട് പ്രതികാരം ചെയ്യാൻ ജോയിക്കുട്ടി എന്നെ സഹായിക്കണം. ഞാനോ? അതെ, തിരിച്ച് നിനക്ക് ഭദ്രമായ ഒളിവ് സങ്കേതം ഞാൻ തരാം. അലക്സാണ്ടർ അല്ല, അവന്റെ അപ്പനപ്പൂപ്പം മഷിയിട്ട് നോക്കിയാലും നിന്നെ കണ്ടുപിടിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്റെ ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറി ആയിട്ടല്ല, കുനിക്കാട്ടുശ്ശേരി ഉൽപ്പലാക്ഷനായിട്ട്. ഉൽപ്പലാക്ഷനെങ്കിൽ ഉൽപ്പലാക്ഷൻ പെട്ടി എടുക്കട്ടാ. ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം ഞാൻ പോയി തിരിച്ചു വരും. മഷിനോട്ടക്കാർ തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട്